കേരളത്തിലെ എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഇന്ന് രാവിലെ CBIയുടെ വേദനാജനകമായ വിധി കേട്ടുകൊണ്ടാണ് നമ്മുടെ സ്നേഹമുള്ള തോമസ് കോട്ടൂരച്ചനെയും സിസ്റ്റർ സ്റ്റെഫിയെയും ശിക്ഷിച്ചുകൊണ്ടുള്ള വാർത്ത കേട്ടുകൊണ്ടാണ് എൻ്റെ ബലി ഞാൻ അവർക്ക് വേണ്ടി അർപ്പിച്ചത്, കുർബാന ചെയ്തത്. സഭയുടെ വേദനയാണ് ഞാനവിടെ കണ്ടത്. ഞാൻ വിധിവാചകത്തെപ്പറ്റി പറയുവാനോ ഇവ രണ്ടുപേരുടെ വിശുദ്ധിയെപ്പറ്റി പറയുവാനോ അല്ല ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. പ്രാർത്ഥിച്ചുകൊണ്ടപ്പോൾ ഞാൻ എന്നോട് തന്നെ ചോദിച്ചു, എന്തുകൊണ്ട് ഇപ്രകാരമുള്ള സഹനങ്ങൾ കർത്താവ് ദൈവം അനുവദിക്കുന്നുവെന്ന്. നിശ്ചയമായിട്ടും വളരെ വേദനാജനകമായ ഒരു വിധിയാണ്. ഇതിൽ കോട്ടയം രൂപതയിലെ വൈദികരോ സന്യസ്തരോ മാത്രമല്ല വേദനിക്കുന്നത്, കേരള സഭ മുഴുവൻ വേദനിക്കുന്നു എന്നെനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞ മുറിയിലിരിക്കുമ്പോൾ ഏതാനും ചെറുപ്പക്കാർ കേരളത്തിൽ നിന്ന് എനിക്ക് ടെലിഫോൺ ചെയ്തു. ഞാൻ കമ്പ്യൂട്ടറിൽ നോക്കിയപ്പോൾ ഏതാനും വാട്സാപ്പ് സന്ദേശങ്ങളും ഉണ്ടായിരുന്നു. അച്ഛ, മഞ്ഞാക്കലച്ഛ, നമ്മുടെ അച്ഛന്മാരെല്ലാം തെമ്മാടികളാണ്, വളരെ മോശമാണ്, ഇതുള്ള സഭയിൽ എന്തിന് നീ വിശ്വസിക്കുന്നു? ഞങ്ങൾക്ക് സഭ വിട്ടു പോകാൻ തോന്നുന്നു, ഞങ്ങളുടെ വിശ്വാസം ക്ഷയിക്കുന്നു. സംസാരിച്ചവരോട് നേരിട്ട് പറഞ്ഞു, എങ്കിൽ മകനെ, ലോകത്തുള്ള എല്ലാ ക്രൈസ്തവരും സഭ വിട്ടു പോകേണ്ടിയിരിക്കുന്നു. കോടതി വിധിയാണ് സത്യമായിട്ട് എടുക്കുന്നത് എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഇസ്രായേലിലെ ഏറ്റവും വലിയ നീതിപീഠം, ഇന്നത്തെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ സുപ്രീം കോർട്ടാണ് യേശു ക്രിസ്തുവിനെ ഒരു കൊലയാളിയായിട്ട് അഥവാ കുരിശിൽ തരച്ച് കൊല്ലുവാനായിട്ട് കുറ്റവാളിയാക്കിയത്. ആ കുറ്റവാളിയാണ് നമ്മൾ വിശ്വസിക്കുന്നതും, ആ കുറ്റവാളിയിലൂടെയാണ് നമുക്ക് രക്ഷയുണ്ടായതും, ആ കുറ്റവാളിയാണ് നാം ഇന്ന് അനുഗമിക്കുന്നത്. കർത്താവ് ഒരു ബലിയാട് ആകുകയായിരുന്നു, ഒരു സ്കേപ്പ് ഗോട്ട് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അത് രക്ഷ നൽകുവാനായിട്ട് സഹിച്ചത്. അത് നിങ്ങൾക്കും എനിക്കും അറിയാം. ഈ രക്ഷാകര ദൗത്യം ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഈശോ ഈ ബലിയാടാകാനായിട്ട്, ഈശോയോടൊപ്പം ബലിയാടാകാനായിട്ട് അത് ചരിത്രത്തിലുടനീളം അത് ആളുകളെ ക്ഷണിക്കുന്നു. അത് യേശു പാപമറിയാത്തവൻ നമ്മുടെ പാപം ഏറ്റെടുത്തുകൊണ്ട് ബലിയാടായി. ഇന്നും അപ്രകാരം ധാരാളം പേരെ അത് ക്ഷണിക്കുന്നുണ്ട് തന്നോടൊത്ത് സഹിക്കുവാൻ. കൊളോസ്യർ 1:24 വായിക്കുന്ന പോലെ അവൻ്റെ സഹനത്തോട് കൂടിയേർന്ന് സഭയുടെ വിശുദ്ധീകരണത്തിനാൽ സഹിക്കുവാൻ ഏറെ ആളുകളെ ഇന്ന് ക്ഷണിക്കുന്നു. എൻ്റെ ആത്മാവിൻ്റെ വെളിച്ചപ്പാട്, കാഴ്ചപ്പാട് ഞാൻ മനസ്സിലാക്കുന്നത് ഈ രണ്ടുപേരെയും കർത്താവ് സഹനത്തിനായിട്ട് വിളിച്ചു വേർതിരിച്ചു. അതോടൊപ്പം ഞാനും മറ്റു വൈദികരും സിസ്റ്റേഴ്സും അല്ല, സഭയിൽ വിശ്വസിക്കുന്ന എല്ലാവരും സഹിക്കുന്നു. സഭയിൽ ഒത്തിരി പാളിച്ചകളും കുഴപ്പങ്ങളും ഉണ്ടായി. പിശാചിൻ്റെ പുക പൗലോസാരാമൻ പിതാവ് 72 പറഞ്ഞതുപോലെ പല സുശീലങ്ങളിലൂടെയും സഭയിൽ കടന്നുകൂടി. സഭയിൽ ഒത്തിരി അത് വീഴ്ചകളും കോട്ടങ്ങളും കുഴപ്പങ്ങളുമുണ്ട്. സഭയ്ക്കൊരു വിശുദ്ധീകരണം ആവശ്യമാണ്. അതിനു വേണ്ടിയിട്ട് കർത്താവ് അത് പലരെയും ബലിയാടുകളാക്കുന്നു. ബലിയാടുകൾ ഊനമറ്റതാണ്, നിഷ്കളങ്കതയുള്ളവരാണ്. അവരെ തിരഞ്ഞെടുത്ത് അത് കുറ്റം ആരോപിക്കുന്നു. നമുക്കതിനെ അറിയാമല്ലോ, ആ മന്നമരുതി കേസിൽ കുറ്റം ചുമത്തപ്പെട്ട് കോടതി വിധി പ്രസ്താവിച്ചു, കൊലയാളിയായി. ഒടുവിൽ കൊലയ്ക്ക് അത് വിധിച്ചു. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ വിശുദ്ധം, പരിശുദ്ധാത്മാവിൻ്റെ വിജ്ഞാനം സത്യം വെളിപ്പെടുത്തി ഇന്ന് ആ കൊലയാളി എന്ന് പറയപ്പെട്ടവൻ്റെ അടുക്കലാണ് പ്രാർത്ഥനയ്ക്കായിട്ട് തിരുമ്പുഴ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ചരിത്ര സത്യങ്ങൾ. ഒരു കാര്യം ഞാൻ തുറന്നു പറയുന്നു, സത്യങ്ങൾ പറയുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് സത്യത്തിൻ്റെ ആത്മാവാണ്. തൻ്റെ വിജ്ഞാനത്തിലൂടെയാണ് സത്യങ്ങൾ ചരിത്രത്തിലൂടെ പ്രകടമാക്കുന്നത്, കോടതികളിലൂടെ അല്ല. ഞാൻ പറയുന്നത് കോടതി വിധി തെറ്റാണെന്നോ ശരിയാണെന്നോ അല്ല, അത് പറയാൻ ഞാൻ ആളല്ല. അതെ, കോടതി വിധി അനുസരിച്ചാണ് നമ്മൾ വിശ്വാസം ദൈവത്തിൽ അർപ്പിക്കുന്നെങ്കിൽ നമ്മൾ ക്രിസ്ത്യാനികളെ ആയിരിക്കാൻ പാടില്ല. കാരണം കോടതിയാണ് വിധിച്ചത് അത് യേശുവിനെ കുരിശിൽ തൂക്കിക്കൊല്ലുവാനായിട്ട്. മറക്കരുത്. ഇന്ന് നമ്മൾ 2020 വർഷത്തെ
ക്രിസ്തീയ ചരിത്രം പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. ഈ നിഷ്കളങ്കരായവരെ ബലിയാടുകളാക്കി സഹനങ്ങൾ സഹിക്കുന്ന ആ സഭയാണ് നമ്മുടെ സഭ. അങ്ങനെയാണ് സഭ ഇത്രയും കാലം കെട്ടുറപ്പോടെ നിന്നുപോയത്. എന്നാൽ ഇന്ന് ചില പാളിച്ചകളുണ്ട്. ഈ സഭയെ ഇന്നൂടെ ബലമുള്ളതാക്കി തീർക്കുവാൻ, ശക്തമാക്കുവാൻ, കൃപ നിറഞ്ഞതായി തീരുവാനായിട്ടാണ് നിശ്ചയമായിട്ടും ഇന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതിന് ധാരാളം അൽമേനികളെ, വൈദികരെ, മെത്രാന്മാരെ, സിസ്റ്റേഴ്സിനെയും കർത്താവ് വിളിക്കുന്നുണ്ട്. ഇനിയും വിളിക്കും. നമുക്ക് തയ്യാറായിരിക്കാം. ഈ സമയത്ത് കോട്ടൂരച്ചനോടും അതുപോലെ ഷെഫിയോടും ഞാൻ ചേരുന്നു, അവരുടെ സഹനത്തിൽ പങ്കുകൊള്ളുന്നു, പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ഞാൻ ഒത്തിരി ഹൃദയത്തിൽ നെഞ്ചിലേറ്റി സ്നേഹിക്കുന്ന കോട്ടൺ രൂപതയിലെ വൈദികരോടും പ്രത്യേകിച്ച് സെൻറ്റ് ജോസഫ് സിസ്റ്റേഴ്സിനോടും ചേർന്ന് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവരുടെ സഹനത്തിൽ പങ്കുചേരുന്നു. മാത്രമല്ല കേരള സഭ മുഴുവൻ എനിക്കറിയാം റീത്ത് ഭേദമെന്നി വളരെ സഹനം ഇപ്പോൾ സഹിക്കുന്നുണ്ട്. ആ സഹനം കർത്താവിൻ്റെ സഹനമാണ്. നമ്മുടെ സഭയുടെ ഐക്യത്തിനും വിശുദ്ധിക്കും നന്മയ്ക്കുമായി ഭവിക്കുവാനും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ രണ്ടുപേരുടെയും ജയിൽവാസവും സഹനവും അതിന് ഉതകുമാറാകട്ടെ. അതിനുള്ള ശക്തി അവർക്ക് കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്രകാരം ജയിലിൽ ഉള്ളവരുണ്ട്, ഇനിയും ജയിലിൽ പോകാനിരിക്കുന്നവരുണ്ട്. ഒരുപക്ഷെ ഞാനായിരിക്കാം, നിങ്ങളായിരിക്കാം. നമുക്ക് തയ്യാറാകാം ബലിയാടുകളാകുവാൻ, ഈശോടൊപ്പം ബലിയാടുകളാകുവാൻ. അതിന് ഈശോ സമർത്ഥമായി നമ്മുടെ സഭയെ അനുഗ്രഹിക്കട്ടെ. സഭ വിശുദ്ധീകരിക്കപ്പെടട്ടെ. ക്രിസ്മസിൻ്റെ ആ സന്തോഷമൊക്കെ ഒരുപക്ഷെ അല്പം മങ്ങിക്കാണും ഇതോടുകൂടി. പക്ഷെ നമുക്ക് വരാം. നമുക്ക് വേണ്ടി പുൽക്കൂട്ടിൽ പിറന്ന ഈശോയോട് ചേർന്നുകൊണ്ട് നമുക്ക് ആഹ്ലാദിക്കാം. സന്തോഷം ഉണ്ടാകും. മാത്രം ആഹ്ലാദിച്ചാൽ പോരാ, വേദനകളും സങ്കടങ്ങളും വരുമ്പോഴും കർത്താവിൽ ആനന്ദിക്കണം. പൗലോസ്ലീഹ പറയുന്ന പോലെ സദാ സന്തോഷിക്കുവിൻ, കർത്താവിൽ സന്തോഷിക്കുവിൻ. ഞാനിങ്ങോട്ട് പറയുന്നു, വീണ്ടും കർത്താവിൽ സന്തോഷിക്കുവിൻ. യേശുവിന് സ്തുതിയും മഹത്വവും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ ക്രിസ്മസിൻ്റെയും നവവത്സരത്തിൻ്റെയും മംഗളങ്ങൾ കൂടി ഈ അവസരത്തിൽ ആശംസിക്കുന്നു. പ്രാർത്ഥനയിലൂടെ നമുക്ക് ഒന്നായിരിക്കാം. നമ്മുടെ കേരള സഭ വളരട്ടെ, നമ്മുടെ സഹനങ്ങളിലൂടെ വളരട്ടെ, ത്യാഗങ്ങളിലൂടെ വളരട്ടെ. പ്രൈസ് ദി ലോർഡ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.